ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഞാൻ മാങ്ങയൊക്കെ എടുത്ത് കാണിക്കുന്നത് കണ്ടോ? അപ്പോൾ പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു മാങ്ങ കുൽഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുൽഫി അങ്ങനെയല്ലേ പറയുന്നത്? സംഭവം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചു. അപ്പം ഞാനൊരു മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെത്തി കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയുടെ അടുത്തോട്ട് നല്ല കളറൊക്കെ ഉള്ളതാണേ. അപ്പം അത് 2 എടുത്ത് ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം ഈ ചൂട് സമയമല്ലേ, കുഞ്ഞുങ്ങളെ പറ്റിക്കാനൊക്കെ നല്ലതാണല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, എപ്പോഴും അവർ ഐസ്ക്രീമും കുൽഫി അങ്ങനെയുള്ള സംഭവമൊക്കെ ചോദിക്കുന്നതല്ലേ. അപ്പം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. കുറച്ച് സാധനങ്ങൾ പോരെ, മാങ്ങ, പിന്നെന്താ, കുറച്ച് പഞ്ചസാര, പാല്, അതൊക്കെ മതിയല്ലോ. അപ്പം ഞാൻ മാങ്ങയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും പാത്രത്തിലോട്ട് എടുക്കട്ടെ. കുറച്ച് പാലെടുത്ത് ഞാൻ കാച്ചി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പാല്. അപ്പം മാങ്ങയൊക്കെ കഴുകി ചെത്തി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ മാങ്ങ. പിന്നെ കുറച്ച് പഞ്ചസാര. ഈ മാങ്ങയ്ക്ക് കുറച്ച് മധുരക്കുറവാണേ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ആവശ്യത്തിന്, പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണേ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം എന്താണെന്നറിയാമോ, പാലും കൂടി ഒഴിച്ച് കൊടുത്തു. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും, എന്താ പറയുക, കുറച്ച് ഏലക്കയൊക്കെ വേണമെങ്കിൽ ഇടാം, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഈ 3 ഐറ്റം മാത്രമേ ഉള്ളൂ: പഞ്ചസാര, പാല്, മാങ്ങ. ഇനി ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പം അടിച്ചെടുത്തുകൊണ്ട് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ കുൽഫിയുടെ പാത്രം, എനിക്ക് അതിൻ്റെ പേരറിയില്ല പറയാൻ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഓരോന്നിലും ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പം അതവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഒഴിച്ച് കഴിയുമ്പം ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. അപ്പം അങ്ങനെ അത് 4 ഞാൻ ഒഴിച്ചെടുത്ത് സെറ്റാക്കി. പിന്നെ അതൊന്ന് വൃത്തിയാക്കി എടുത്ത് കേട്ടോ. പുറത്ത് വീണതൊക്കെ സെറ്റാക്കി എടുത്ത്, എന്നിട്ട് പിന്നെ അതെടുത്ത് നന്നായിട്ട് അടച്ചിങ്ങനെ വെച്ചു. അപ്പോൾ ഇത് നീ ഇപ്പം ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കുകയുള്ളൂ കേട്ടോ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് നോക്കാം. അപ്പം സെറ്റാക്കി ഞാൻ വെച്ചു. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി കുടിച്ച് നോക്കി. കൊള്ളാം, സൂപ്പറാണ്, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് അവിടെ മാറ്റി വെച്ചിട്ട് ആ മാങ്ങാണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു രസമാണല്ലേ. എത്ര മാങ്ങയുണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആ മാങ്ങാണ്ടി എടുത്തിങ്ങനെ ഊറി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയി കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ വെച്ചിരുന്നത്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ മുകളിലോട്ട് കുറച്ച് ലൂസായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെറിയ മോനൊരെണ്ണം എടുത്ത് കൊടുത്തു. അവൻ അന്നേരം കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ഒരെണ്ണം എടുത്ത് കൈ വെച്ചു. ബാക്കി 2 എൻ്റെ വലിയ മോനും എൻ്റെ ചേട്ടനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.